ഇല്ല നമ്മുടെ പ്രവീൺ പ്രണവ് മനസ്സിലായി. നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ആ ഒരു വിഷയം വന്നിട്ട് ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് എന്താ സംഭവിച്ചു, വീഡിയോ റിമൂവ് ചെയ്തു. അതിനുശേഷം ഒരു ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ ഒരു കമ്മീഷൻ ഇടപെട്ടു. മനസ്സിലായില്ല, എന്താ വെച്ചാൽ കേസും കാര്യങ്ങളും ഇല്ലാന്ന് പ്രവീണേട്ടൻ പറഞ്ഞു. നമ്മൾ അവിടെ വരെ എത്തിയില്ല സംഭവം. അവിടെ നിന്നാണ് ട്വിസ്റ്റ്. മനസ്സിലായില്ല, നമ്മുടെ ദൃശ്യത്തിൽ ഇപ്പോൾ ലാലേട്ടനെ കണ്ട പോലെ ട്വിസ്റ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. ട്വിസ്റ്റ് മനസ്സിലായില്ലേ, എന്താ സംഭവിച്ചു? മഴവിൽ കേരളം എന്നൊരു ചാനൽ വഴിയാണ് നമ്മൾ ഈ വീഡിയോ അറിയുന്നത്. മനസ്സിലായി, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആ ഒരു മേഡം സംസാരിക്കും തൃപ്പൂണിത്തുറയിലെ മേഡത്തിന്റെ പേര് മറന്നില്ല. ആ ഒരു മേഡം സംസാരിക്കുന്ന വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ പക്ഷെ ഞാൻ ഇല്ലാതെ ഫസ്റ്റ് ഇതൊന്നും ആലോചിച്ചില്ല. പിന്നെ ഞാൻ എന്താ സംഭവിച്ചു, പിന്നെയാണ് നമ്മുടെ മൂപ്പൻ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇല്ലാട്ടെ. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, ഞാനൊന്ന് ആലോചിച്ചത് അവിടെ സംഭവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ ഗവൺമെന്റ് മറ്റേ അതോറിറ്റികളൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസ് ഡീൽ എന്ന് വെച്ചിട്ടുള്ള അതൊന്നും നമ്മൾ അറിയില്ല. മനസ്സിലായില്ലേ. ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ ന്യൂസ് പോലും കവർ ചെയ്യാൻ പോകില്ല. മനസ്സിലായില്ലേ. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആ ഒരു മേഡം സംസാരിക്കുന്നത്, ഇവരെ വിളിച്ച് കോംപ്രമൈസ് എന്ന രീതിയിൽ ഫോൺ കോൾ വഴി സംസാരിക്കുന്നത് നമ്മുടെ മഴവിൽ കേരളം അങ്ങനെ എന്നുള്ള ചാനൽ വരും. മഴവിൽ ആ സംഭവം മഴവിൽ കേരളം എന്ന ന്യൂസ് ചാനലല്ല, ജസ്റ്റ് ഒരു വീഡിയോ ഒരു ചാനൽ. മനസ്സിലായില്ല, അവരെടുത്തിട്ട് അത് യൂട്യൂബിൽ ഇട്ടിരിക്കുക. മനസ്സിലായില്ലേ. അങ്ങനെ പറ്റുമോ ചേട്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു കേസ്, ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന കേസ് പോയിട്ട് നമ്മൾക്കാർക്കും കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ന്യൂസുകാർ കവർ ചെയ്യാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ അവർ പുറത്ത് വന്നിട്ട് പറയുന്നല്ലാതെ, പോലീസുകാർ ഇൻഫർമേഷൻ തരുന്നല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ കേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്കും പറ്റിയൊരു മിസ്റ്റേക്ക് അന്ന് തന്നെ പറയാനായിരുന്നു. മനസ്സിലായില്ലേ. പിന്നെ ഞാൻ കൂടുതൽ വിവരങ്ങൾ ഈ മഴവിൽ കേരളം എന്നൊരു ചാനലിനെ കുറിച്ച് അന്വേഷിച്ച് പോയെത്തിയപ്പോൾ കിലർ മനസ്സിലായി, ഇവർ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ. നമ്മുടെ അർജുൻ ലോറി ഉടമ, മറ്റേ ലോറി അപകടം നടന്നില്ല ലീഡറുടെ, ആ ലോറി ഉടമയുടെ നമ്മുടെ അർജുൻ മരിച്ച സമയത്ത് പോയിട്ട് കുടുംബത്ത് പോയിട്ട് അച്ഛൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് മോളോട് ചോദിച്ചൊരു വീഡിയോ ഇവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ. ആ സമയത്ത് ഇവർക്ക് കുറച്ച് തെറിയും കാര്യങ്ങളൊക്കെ കേട്ടു. ഇവരുടെ വീഡിയോ ഡിലീറ്റ് ആക്കി. മനസ്സിലായി. പക്ഷേ ഇവർ റീച്ച് ചെയ്യില്ലേ. റീച്ചിന് വേണ്ടി എന്ത് വേലത്തരം ചെയ്യുമ്പോൾ എന്ത് വേലത്തരം ചെയ്യുന്ന ഒരു ചാനലാണ് ഇവിടെ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു പ്രശ്നം കൂടി, പിന്നെ അവർ വേറെ ഒരു പ്രശ്നം കൂടി പറഞ്ഞില്ല. ആരോ ഒരു ചേച്ചിയുടെ ഒരു അച്ഛൻ മരിച്ച സമയത്ത് ഇവർ മനസ്സിലായി ഇപ്പോൾ എന്തോ സംഭവം ട്രെൻഡിങ് എന്താണ്, എക്സ്ക്ലൂസീവ് എന്താണ്, ആ സാധനം ഇവർ എന്ത് വില കൊടുത്തും കവർ ചെയ്യും. മനസ്സിലായി. അതിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഇവർക്ക് എന്തൊക്കെ നെഗറ്റീവ് വന്നാലും ശരി ഇവർ കവർ ചെയ്യും. മനസ്സിലായി. ഇവർക്ക് റീച്ച് വേണം അതിന് വേണ്ടി. സോ അപ്പോൾ ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതാണ് കിട്ടിയതില്ലടല്ലേ. അപ്പോൾ പ്രവീണേട്ടൻ ആ ഒരു മേഡം വിളിച്ച സമയത്ത് തന്നെ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ എനിക്കിതിങ്ങനെ മറ്റേ റിവീൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമായി അത് പറഞ്ഞത് നന്നായില്ല. പക്ഷേ പ്രണവേട്ടൻ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നം ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രവീണേട്ടൻ പറഞ്ഞത് എന്തായാലും നന്നായി. പിന്നെ എന്നിട്ട് പ്രവീണേട്ടൻ ഇപ്പോൾ സൈബർ സെല്ലിൽ കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവരെങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ നമ്മുടെ ഈ കോൾ റെക്കോർഡറാണ് പോരാത്തത്, കോൾ റെക്കോർഡർ പോരാത്തത് നമ്മുടെ ഇവർ വീഡിയോ കവർ ചെയ്തിട്ട് അത് നേരെ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുക. മനസ്സിലായില്ലേ. എന്നിട്ട് പ്രവീണേട്ടൻ അവരെ വിളിച്ച സമയത്ത് ഇപ്പോൾ മറ്റേ മഴവിൽ കേരളം എന്ന ചാനലുമായിട്ട് നേരത്തെ ഒരു പ്രശ്നമായിട്ടുണ്ട്. എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ മൃദുല ചേച്ചിയുടെ മാരേജ് ഫംഗ്ഷൻ വന്നിട്ട് ഇവർ കവർ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. പക്ഷെ അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മീഡിയക്കാരും അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫാമിലിപരമായിട്ടാണ് മാരേജും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. മനസ്സിലായി. മഴവിൽ കേരളം ഈ പ്രവീൺ ഇവർ തമ്മിലൊരു ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതാണോ എന്ന് അറിയില്ലെങ്കിലുള്ള ഇപ്പം അങ്ങനെ ഈ മഴവിൽ കേരളം എന്ന ചാനൽ ഇവരുടെ ഒരു വിഷയം എടുത്തിട്ടിരിക്കുകയാണ് ഫൈനലായിട്ട്. എന്താ വെച്ചാൽ കേസില്ല കൂട്ടമില്ല എന്നൊക്കെ പറയുന്നത് കോൾ റെക്കോർഡൊക്കെ ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സ്, മനസ്സിലായി, ഹ്യൂമൻ റൈറ്റ്സ് ആ ഒരു ഓഫീസിൽ നിന്ന് എടുത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പോരാത്ത ആ ഒരു മേഡത്തിനെ പ്രവീണേട്ടൻ വിളിക്കുന്ന സമയത്ത് ആദ്യം റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കരുതി കൂട്ടി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ഫാൾട്ട് പറ്റിയെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുടുംബ പ്രശ്നം നടക്കാന്ന് വെച്ചാൽ അത് ആ ഒരു കുടുംബത്തോട് തീർക്കുക. അല്ല സോഷ്യൽ മീഡിയ വന്നിട്ട് അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം വേണ്ടി പറഞ്ഞാണ്ടല്ലോ, അത് വലിച്ചു നീണ്ട് കൊണ്ടുപോവുകയും ചെയ്യും, അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. എന്തായാലും നമുക്ക് പ്രവീണേട്ടൻ്റെ ഒരു വോയിസ് എടുക്കുക, വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിട്ട് പറയാം. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്യാം. ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എന്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട്, അപ്പം അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലെയിൻ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലെയിനും ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാൻ സാധിച്ചത്. അതും ആദ്യമൊന്നും ഒരു റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ
ഒരു കംപ്ലയിന്റ് തന്നെ കംപ്ലയിന്റ് റിമൂവ് ചെയ്ത് കംപ്ലയിന്റ് മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ, ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ, ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യം റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ്. അപ്പൊ അതാണ് കിലട കേട്ടില്ലേ എന്ന് വെച്ചാൽ പ്രവീണേട്ടൻ പറഞ്ഞ അതാണ് മനസ്സിലായി. പേഴ്സണൽ ഒരു ഗഡ്ജിന്റെ പേരിലാണ് ഇവരത് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ല. ആ ഒരു ഇന്റർവ്യൂ സെക്ഷനെ വിളിച്ചിട്ടും പോയില്ല, പിന്നെ മാരേജ് കവർ ചെയ്യാൻ അവർ പെർമിഷൻ കൊടുത്തില്ല, അതിന്റെ ഒരു പേരിലാണെന്ന് തോന്നുന്നു. എന്നാലും ഇത് ചെയ്തത് മോശമായി പോയി കിലട, മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ മുമ്പേ പറഞ്ഞു, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓഫീസിലെ സംഭവം നടക്കുന്ന സംഭവമൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് അറിയില്ല, മനസ്സിലായി. ആ ഒരു ഓഫീസർമാർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക എന്നല്ലാതെ അവിടെ എന്ത് നടന്നു, എന്താണ് സംഭവം, റിയൽ ആയിട്ടൊരു സംഭവം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, മനസ്സിലല്ലേ. ഇതെന്താ സംഭവം ചോദിച്ചെങ്കിൽ ആ ഒരു ലൈവ് ആയിട്ട് മനസ്സിലായി. ഇപ്പോൾ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നം കോംപ്രമൈസ് ചെയ്യാണ്. ഇപ്പോൾ കോള് അതും കോൾ റെക്കോർഡിലുള്ള, അപ്പോൾ കോൾ വിളിക്കുന്ന സമയത്ത് തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഏകദേശം 33 മിനിറ്റ് സംതിങ് കിട്ടിയില്ല. അത് നല്ല റീച്ച് ആയി, മനസ്സിലായില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗലി മൂവ് ചെയ്യണമെന്നുള്ള സംഭവം, അതും ഞാൻ പറഞ്ഞില്ല, പ്രവീൺ പ്രണവ് എന്നത് ഈ ഒരു വിഷയം ഇത്ര വലുതാകാൻ കാരണം എന്ന് വെച്ചാൽ അവർ ഫാമിലി വ്ളോഗാണ് ഇല്ലടല്ല, അവർ അത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഏകദേശം 4 മില്യൺ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ. അതാണ് ചെറിയൊരു പ്രശ്നം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി അവർ ഷെയർ ചെയ്തപ്പോൾ അത് വലുതായി വന്നത്, മനസ്സിലായില്ലേ. അത് മറ്റൊരു മുതലെടുത്തു, മനസ്സിലായി. മഴവിൽ കേരളം എന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയും അവർക്കും റീച്ച് കിട്ടണം, മനസ്സിലായി. അവർക്കും റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ പരിപാടി ചെയ്തത്. അതെന്തായാലും നന്നായിട്ടില്ല. ഇപ്പം അവർക്കെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പ്രവീണേട്ടൻ പറയുന്നത് കൊട്ടാരക്കരയിൽ. പോരാതെ മാഡം ആദ്യം വിളിച്ചപ്പോഴൊന്ന് റെസ്പോണ്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ആ റെസ്പോണ്ട് ചെയ്യുന്നില്ല, മനസ്സിലായി. എന്താ വെച്ചാൽ അവർക്കും മനസ്സിലായി നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി, അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കും മനസ്സിലായി. അത് അവർ അന്നേ ചിന്തിക്കണമായിരുന്നില്ല, ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ആർക്കും സോഷ്യൽ മീഡിയ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവരെ പറയണമായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിൽ നോക്കിയാൽ ആ ഒരു പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷങ്ങളും അറിയണം. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നടക്കുന്ന എല്ലാ വർഷങ്ങളും നമ്മൾ അറിയേണ്ടതല്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവർ പബ്ലിഷ് ചെയ്യേണ്ടതല്ലേ. എന്തുകൊണ്ട് അതാണ് ഇല്ല, മനസ്സിലായി. ഇതെന്താ വെച്ചാൽ ഇവർ ട്രെൻഡിങ് ആണ്, മനസ്സിലായി. ഇവർ ട്രെൻഡിങ് ആണ്. അപ്പോൾ അതാണ് ഇവരുടെ ഒരു തമ്മിലുള്ള എന്തെങ്കിലും വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ആവും, മനസ്സിലായി. ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ മുതലെടുത്തത്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. വെച്ചാൽ മഴവിൽ കേരളം നമ്മളത് അന്നേ പറയണമായിരുന്നു കേട്ടോ, അത് നമ്മുടെ മിസ്റ്റേക്കാണ്. അതെന്തായാലും നമ്മളിപ്പോൾ തിരുത്തിയിട്ടില്ല. ഇവർ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അർജുൻ്റെ ആ ഒരു സംഭവം നടന്നപ്പോഴും അതിന് മുമ്പ് വേറെ ഏതൊക്കെ നടന്നപ്പോഴൊക്കെ ഇവരെന്താ വെച്ചാൽ എന്താണോ ട്രെൻഡിങ്, എന്താണോ എക്സ്ക്ലൂസീവ്, അതങ്ങോട്ട് എടുത്ത് ഇവർ കാച്ചും, മനസ്സിലായി. ട്രെൻഡിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് സാധനം, അതാണ് ഇപ്പോൾ നടന്നതില്ല. അപ്പോൾ പ്രവീണേട്ടനും പ്രണവേട്ടനും അവരുടെ ചാനലിന് പ്രശ്നം നടന്ന വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനില്ല. നമ്മളും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ഫാമിലി പ്രശ്നമില്ലാതെ പോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നല്ലൊരു ഫാമിലി വ്ളോഗാണ് ഇല്ലട. അവർ ഡാൻസ് ഒക്കെ സെറ്റാണ്, നല്ല ഫാമിലി വ്ളോഗാണ്, അത്യാവശ്യം നൈസാണ് ഇല്ലട. എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നം വന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും റിയാക്ഷൻസും ഇത്രയും രീതിയിൽ റീച്ച് ആവാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലായി. അതുകൊണ്ടാണ്. അപ്പം എന്നാൽ പ്രശ്നം ഒന്നുമില്ലാതെ പോട്ടെ, അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കട്ടെ. കുടുംബമാണ് ഇല്ലത്, അതൊക്കെ അത്ര ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് സംസാരിക്കും, നാളെ ഒത്തുകൂടും, ഇന്ന് പ്രശ്നം ഉണ്ടാക്കും, നാളെ ഒത്തുകൂടും, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവർ ഒരുമിക്കട്ടെ. ഇനിയും അതുപോലത്തുള്ള വീഡിയോസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ചാൽ ആൾക്കാർ എൻ്റർടൈൻമെൻ്റ് ആണ് ഫുള്ള്, കേട്ടല്ലോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ ഇല്ലടല്ലേ.